ഇന്നത്തെ കാലത്ത് ഉമ്മമാരും ജോലി ചെയ്യുന്നുണ്ട്. വീട്ടിലും പുറത്തും ഒരുപോലെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന അനവധി ഉമ്മമാർ ഇന്നുണ്ട്. അവരുടെ പരിശ്രമവും ത്യാഗവും നിസ്സംശയം ആദരിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ജീവിതം മുഴുവൻ കുടുംബത്തിനായി മാറ്റിവെക്കുന്ന ഉപ്പയെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ പലപ്പോഴും കണ്ടില്ലെന്ന് നടിക്കുന്ന അവരുടെ നിശബ്ദ സ്നേഹത്തെക്കുറിച്ചാണ്. ഈ ലോകത്ത് ഏറ്റവും കുറച്ച് സംസാരിക്കുകയും ഏറ്റവും കൂടുതൽ ഭാരങ്ങൾ ചുമക്കുകയും ചെയ്യുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അത് നമ്മളെ ഉപ്പമാരാണല്ലേ. ഉമ്മയുടെ സ്നേഹം നമ്മൾ എപ്പോഴും കാണാറുണ്ടല്ലേ. അവരുടെ വാക്കുകളിലൂടെയും അവരുടെ കണ്ണീരിലൂടെയും അവരത് പ്രകടിപ്പിക്കും. പക്ഷേ ഉപ്പമാരങ്ങനെയല്ല. അവർ അധികം സംസാരിക്കാറില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കും അവർക്ക് നമ്മളോട് സ്നേഹമില്ലേ എന്ന്. പക്ഷേ അവരുടെ ഉള്ളിലൊരു ലോകമുണ്ട്, നമ്മൾ കാണാതെ പോയൊരു ലോകം. ഉമ്മയുടെ സ്നേഹം നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയും. എന്നാൽ ഉപ്പയുടെ സ്നേഹം അങ്ങനെയല്ല. അവർ അധികം സംസാരിക്കാറില്ല. പലപ്പോഴും അവർ നിശബ്ദരായിരിക്കും. അത് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, അത് സ്നേഹം വാക്കുകളിൽ പറയാൻ അറിയാത്തത് കൊണ്ടാണ്. രാവിലെ നമ്മൾ ഉറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരാളുണ്ട്. വെയിലും മഴയും നോക്കാതെ ജോലിക്ക് പോകുന്ന ഒരാൾ. സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് പോലും ചിന്തിക്കാതെ കുടുംബത്തിന്റെ ഭാവിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരാൾ. അവർക്ക് പലപ്പോഴും ക്ഷീണമുണ്ടാകാം, വേദനയുണ്ടാകാം. പക്ഷെ അതൊന്നും അവർ നമ്മോട് പറയാറില്ല. അതാണ് അവരുടെ സ്നേഹം. പക്ഷേ ഒരു കാര്യം നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ ചോദിക്കുന്ന എല്ലാ ആവശ്യങ്ങൾക്കും എങ്ങനെയെങ്കിലും വഴി കണ്ടെത്തുന്നത് ആരാണ്? നമ്മൾ സുരക്ഷിതമായി ജീവിക്കുന്നത് ആരുടെ ത്യാഗം കൊണ്ടാണ്? ഉപ്പമാരുള്ളത് കൊണ്ടാണ്. പലപ്പോഴും നമ്മൾ ഉപ്പമാരുടെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഇവരുടെ സ്നേഹം ഇങ്ങനെയെല്ലാമാണ്. ഉപ്പമാരുടെ സ്നേഹം വാക്കുകളിലല്ല, ത്യാഗങ്ങളിലാണ്.